ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നിശ്ചി ബൈബിൾ ക്വിസ് അനുഗ്രഹമായി നടക്കുന്നു. എല്ലാവർക്കും ബൈബിൾ ക്വിസ് ദൈവവചന പഠനത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. പലരുടെയും കമൻറ്റുകളൊക്കെ കാണാറുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ 3ആയിട്ടാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ചോദ്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഉത്തരങ്ങൾ അയക്കുമ്പോൾ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസും ആവശ്യമാണ്. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. ഇതെല്ലാവരും ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പിശാച് യേശുവിന് ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചത് എങ്ങനെയാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ, ക്ഷണനേരത്തിൽ. ഓപ്ഷൻ ബി, 3 രാത്രികൾ കൊണ്ട്. ഓപ്ഷൻ സി, ഒരു ദിവസം മുഴുവൻ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പിശാച് യേശുവിന് ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, ക്ഷണനേരത്തിൽ. ഓപ്ഷൻ ബി, 3 രാത്രികൾ കൊണ്ട്. ഓപ്ഷൻ സി, ഒരു ദിവസം മുഴുവൻ. അടുത്ത ചോദ്യം ഇതാണ്: വെള്ളപ്പൊക്കം വന്ന് വീടിനോടടിച്ചു, എന്നാൽ അത് ഇളകിപ്പോയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഓപ്ഷൻ എ, വീട് വലുതായിരുന്നതിനാൽ. ഓപ്ഷൻ ബി, വീട് ഉയരത്തിൽ പണിതിരുന്നതിനാൽ. ഓപ്ഷൻ സി, നല്ലവണ്ണം പണിതിരിക്കവുണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വെള്ളപ്പൊക്കം വന്ന് വീടിനോടടിച്ചു, എന്നാൽ അത് ഇളകിപ്പോയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഓപ്ഷൻ എ, വീട് വലിയതായിരുന്നതിനാൽ. ഓപ്ഷൻ ബി, വീട് ഉയരത്തിൽ പണിതിരുന്നതിനാൽ. ഓപ്ഷൻ സി, നല്ലവണ്ണം പണിതിരിക്കൊണ്ട്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിളഭൂമിയിൽ കൂടി നടക്കുമ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ, തർക്കിച്ചു. ഓപ്ഷൻ ബി, കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഓപ്ഷൻ സി, വിള പറിച്ചു തിന്നു. ഒരിക്കൽ കൂടി പറയാം. വിളഭൂമിയിൽ കൂടി നടക്കുമ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ, തർക്കിച്ചു. ഓപ്ഷൻ ബി, കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഓപ്ഷൻ സി, വിള പറിച്ചു തിന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്: അത്യുന്നതന്റെ മക്കൾ എന്ന പദവിക്ക് അർഹനാകുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അത്യുന്നതന്റെ മക്കൾ എന്ന പദവിക്ക് അർഹനാകുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അഞ്ചാമത്തെ ചോദ്യം: സ്നാപയോഹന്നാനെ കുറിച്ച് ജനം വിചാരിച്ചത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സ്നാപയോഹന്നാനെ കുറിച്ച് ജനം വിചാരിച്ചത് എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ഈ പാഠഭാഗത്ത് കാണുന്ന, അതായത് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ വരുന്നത് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് കാണുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ പാഠഭാഗത്ത്, അതായത് ഇന്നത്തെ പാഠഭാഗത്ത് കാണുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: നസ്രത്തിലെ ജനങ്ങൾ യേശുവിനെ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നസ്രത്തിലെ ജനങ്ങൾ യേശുവിനെ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: ദൈവിക ആലോചന വ്യർത്ഥമാക്കിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൈവിക ആലോചന വ്യർത്ഥമാക്കിയത് ആരാണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ജനങ്ങൾ ഭയത്തോടെ പറഞ്ഞത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ജനങ്ങൾ ഭയത്തോടെ പറഞ്ഞത് എന്താണ്? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യമാണ്: യെസ്രോന്റെ വല്യപ്പൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യെസ്രോന്റെ വല്യപ്പൻ ആരാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ലൂക്കോസ് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ദിവസമാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആ ഭാഗത്തെ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ബാലന്റെ അപ്പൻ നിലവിളിച്ചു പറഞ്ഞ വാക്ക് ഏതാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി ആയിരുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. മർക്കോസ് 9:23, 24. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആരോടാണ്? ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആയിരുന്നു. സകല സൃഷ്ടിയോടും. 16:15. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിനെ വെച്ചിടം നോക്കിക്കണ്ട സ്ത്രീകൾ
ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും. 15:47. നാലാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും ആലപിച്ച ഗാനം ഏതായിരുന്നു എന്നായിരുന്നു. ഉത്തരം ഇതാണ്, സ്തോത്രം. സ്തോത്രഗാനമാണ് അവർ ആലപിച്ചത്. മർക്കോസ് 14:26. അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം ശാസ്ത്രിമാർക്ക്. മർക്കോസ് 12:39 നമുക്ക് ഇങ്ങനെ വായിക്കാം, പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. 40 ഇങ്ങനെ പറയുന്നു, അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷാവിധി വരുന്നത് ശാസ്ത്രിമാർക്കാണ്. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു, കേട്ടതെന്ത്, കണ്ടതെന്ത്, കണ്ടപ്പോൾ ഓർത്തതെന്ത്? ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് അത്തിയെ ശപിച്ചതാണ്. നമുക്കറിയാം, കേട്ടത്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞത് ശിഷ്യന്മാർ കേട്ടു. കണ്ടത്, പിന്നീട് അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് ശിഷ്യന്മാർ കണ്ടു. ഓർത്തത്, അത്തിവൃക്ഷം ഉണങ്ങിയത് കണ്ടപ്പോൾ പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. 11:14, 20, 21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം ഇതായിരുന്നു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? ഉത്തരം ഇതാണ്, ശതാധിപൻ. 15:39. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശു അറിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഉത്തരം ഇതാണ്, പുത്രന്റെ വരവിന്റെ നാളും നാഴികയും. 13:32. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു, മനുഷ്യരുടെ ഏത് കൈപ്പണിയാലും ചെയ്യാൻ കഴിയാത്ത ഒന്ന് യേശുവിൽ നടന്നു, അതെന്താണ്? പല പ്രിയപ്പെട്ടവരും 3 ദിവസം കൊണ്ട് മന്ദിരം പണിയുമെന്ന് യേശു പറഞ്ഞതിനെ ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതല്ല അതിൻ്റെ ശരിയായ ഉത്തരം. ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് മർക്കോസ് 9:3 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ വസ്ത്രം തിളങ്ങിയതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. പലരും 3 ദിവസം കൊണ്ട് മന്ദിരം പണിയും എന്നുള്ള ഉത്തരം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്നാൽ 3 ദിവസം കൊണ്ട് മന്ദിരം പണിയും എന്നുള്ള ഉത്തരമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ചോദ്യം ഇപ്രകാരമായിരിക്കും, ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യും എന്ന് പറഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും ചെയ്യാത്ത ഒരു കാര്യം 3 ദിവസം കൊണ്ട് യേശു ചെയ്യും, അല്ലെങ്കിൽ യേശു ചെയ്യും എന്നേ ചോദ്യം വരികയുള്ളൂ. അപ്പോൾ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശു കയറിയ കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ഇതാണ്, മർക്കോസ് 11:2 നമുക്ക് കാണാം, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയായിരുന്നു. ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. പലർക്കും ആരൊക്കെയാണ് ഉത്തരങ്ങൾ അയച്ചതെന്ന് കാണുവാൻ സാധിക്കുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ടു. അതായത് വേഗത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം സാവധാനമാണ് ഇന്ന് ഉത്തരങ്ങൾ അയച്ചവർ കാണിക്കുന്നത്. നിങ്ങളുടെ പേര് കൂടി എല്ലാവരും പേര് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ കാണിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പേര് മാത്രം മെൻഷൻ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ നമ്പറോ മറ്റൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്നുള്ള പേരും കൂടി പറയുവാനായിട്ട് സാധിക്കും. ആരുടെയെങ്കിലും ഉത്തരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക.
ഇവിടെ വരെയാണ് നമ്മുടെ സമയത്തിനുള്ളിൽ ഉത്തരം അയച്ചത്. ഈ മുകളിലുള്ള 2 ഉത്തരങ്ങൾ സമയം കഴിഞ്ഞതിന് ശേഷം വന്ന ഉത്തരങ്ങളാണ്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചത്. ആരൊക്കെയാണ് ശരി ഉത്തരം അയച്ച് വിജയികളായതെന്ന് നോക്കാം.